Hey, hello, and welcome back to my channel. And of course, good morning to all. This is the first day of our second term. That means after Onam vacation. So, first of all, I need to get ready for the college. Application of vitamin C serum is the most important part of daily skincare. After that, jewelry, hair combing, etc. And fixing my dress properly like a med student. But most important part of wearing an apron is an emotion of every medical student. For me, each moment when I am wearing this apron, which provides me more confidence, enthusiasm to know the science of Ayurveda. After fixing my ID card, I went into the canteen for my breakfast. Yet, most important thing everyone should അപ്പോൾ follow. ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് ഫസ്റ്റ് 8:30 നമുക്ക് ശ്ലോക പാരായണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആണ്. ഇന്ന് എനിക്ക് പഞ്ചകർമ്മ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു വീക്ക് ഫുള്ളും പഞ്ചകർമ്മ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് അടുത്തത് ഷിഫ്റ്റ് ആവും. എങ്ങനെ ആയിരിക്കുന്നു? ഞാൻ ഇതിനും പഞ്ചകർമ്മ പോസ്റ്റിങ്ങിന് പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുമ്പ് കൗമാരം, പ്രസൂതി, ശല്യം തുടക്കത്തിലേ പോയിട്ടുണ്ടായിരുന്നു. അത്രയും ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അത് ഞാൻ വൈകിട്ട് പറയാം. പക്ഷേ ഇന്ന് കുറേ ഹാപ്പിയാണ്. ഇന്ന് എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ലീവ് കഴിഞ്ഞ് എല്ലാവരും വരുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ബുക്കൊക്കെ എടുത്ത് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് ഫൈനൽ ടച്ച്. ലെറ്റ്സ് ഗോ. ശ്ലോകപാരായണത്തിനുള്ള ഘട്ടസ്ഥാനം എന്ന് പറയും. ഇതിനകത്ത് അഷ്ടാംഗഹൃദയം ഫുൾ ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാ സ്ഥാനങ്ങളിലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു നല്ലൊരു ബെസ്റ്റ് വോയിസാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ശ്ലോകങ്ങളും പെട്ടെന്ന് നോക്കാൻ. If I could lay down beside you, I would. When nothing really matters, that's all I wanna do. I hope that you're safe and that I will see you soon. If I could lay down beside you, I would. If I could lay. ഹായ്, ഇന്നത്തെ എൻ്റെ ടാസ്ക് ഇതുണ്ടോ, പഴുത്ത ഇല എടുക്കുക. ഇതാണ് ഇതെല്ലാം രാവിലെ എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇന്ന് എനിക്ക് പഞ്ചകർമ്മയുടെ പോസ്റ്റിംഗ് ആയിരുന്നു, നാളെയും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 10 എണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഒന്നും അറിഞ്ഞൂടാ. അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റൂ. ഇതിൽ സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പല ഇത് എടുക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ നല്ല ഇല കണ്ടു. അവിടെ ആക്ടിവിറ്റി ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ, എന്താണ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രഷപ്പ് ആയിട്ടൊക്കെ വന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. അതായത് ഇന്ന് 8:30 ക്ലാസ് തുടങ്ങി. ക്ലാസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ശ്ലോകപാരായണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 8:45 ആയപ്പോഴത്തേക്കും ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആയിരുന്നു. ഇന്ന് എനിക്ക് പഞ്ചകർമ്മ പോസ്റ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പഞ്ചകർമ്മയിൽ ഇന്ന് നമ്മൾ ജസ്റ്റ് ഞങ്ങളുടെ അനീഷ് സാറ് പറഞ്ഞിട്ട് പ്രൊസീജിയേഴ്സ് കാണാനാണ് പോയത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഫുൾ ഒരു അഭ്യംഗമാണ് കണ്ടത്. അഭ്യംഗം അതായത് ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പൂർവ്വകർമ്മമുണ്ട്, പ്രധാന കർമ്മമുണ്ട്, പശ്ചാത്കർമ്മമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് കാണുന്നതാണ്. അപ്പോൾ 2 മണിക്കൂർ
മണിക്കൂറായിരുന്നു നമുക്ക് ക്ലിനിക്കൽ അവേഴ്സ്. അപ്പോൾ ഈ 2 മണിക്കൂറും ഫുൾ നിന്നത് കാണണം. അപ്പോൾ പേഷ്യൻ്റ് ഇന്നത്തെ ഒരു ഞാൻ ഇന്ന് കണ്ട പേഷ്യൻറ്റിനെ കുറിച്ച് പറയാം. ബട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേരൊന്നും റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേഷ്യൻറ്റിനെ എക്സ് എന്ന് വിളിക്കാം. സോ ഫീമെയിൽ ആണ്. അപ്പോൾ 71 year old female patient come to our OPD. She is apparent come to our OPD with presenting complaints with shoulder pain, hip joint pain and sciatica, lower back pain. അപ്പോൾ ഇങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഷീ വാസ് അപ്പാരൻ്റ്ലി നോർമൽ ബിഫോർ 5 years, ബട്ട് after that 2 years before she fall, that's what she met with severe pain. She applied some local ointments and also oil and that would give her a temporary relief. But recently, 6 months before, the severity of pain was increased and she came to our OPD for better management. So, അവരുടെ ബബിൾ, ബ്ലാഡർ അതെല്ലാം നോർമലാണ്. ഡയറ്റ്, ഹിസ്റ്ററി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോർമലാണ്. അതുപോലെ 71 year old പേഷ്യൻ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഈ അഭ്യംഗം ചെയ്തത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ പെയിൻ ഉണ്ട്, പിന്നെ ഹിപ്പ് ജോയിൻറ്റ് ആ ഒരു ഏരിയ ഉണ്ട്, പിന്നെ താഴെ ലോവർ ബാക്ക് ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ വിശ്വാജി, വൃദ്രസി, പിന്നെ കടിഗ്രഹം ഇതിലേക്കാണ് ഡയഗ്നോസിസ് പോകുന്നത്. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, കാരണം പേഷ്യൻ്റ് വന്നത് 10 ദിവസമായിട്ടേ ഉള്ളൂ. പേഷ്യൻ്റ് വന്നത് ഇന്ന് 11ാമത്തെ ദിവസമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ഹിസ്റ്ററി എടുത്തെങ്കിൽ മാത്രമേ ആ പേഷ്യൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് കേട്ട ഒരു സ്ഥിതിക്കനുസരിച്ച് പറഞ്ഞത് മാത്രമാണ്. അപ്പോൾ ഇന്ന് തൊട്ട് അവർക്ക് വസ്തി സ്റ്റാർട്ട് ചെയ്യും. ഫുഡ് കഴിച്ചിട്ട്, അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അവർക്ക് വസ്തി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്നേഹവസ്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്നേഹവസ്തി എനിക്ക് തോന്നുന്നു ഒരു 10-12 ദിവസം സ്നേഹവസ്തി കൊടുത്തിട്ട് പിന്നെ ഒരു കഷായവസ്തി, അത് പോകുന്ന ദിവസം കഷായവസ്തി കൊടുത്തിട്ട് വിടാനായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ 2 മണിക്കൂർ നിന്നു, അതെല്ലാം കണ്ടു. അതിന് അഭ്യംഗം കഴിഞ്ഞ് ഒരു മണിക്കൂറോളം അഭ്യംഗം ഉണ്ടായിരുന്നു. അതിനുശേഷം അതിനകത്ത് അവർക്ക് കിഴി കൊടുത്തു, കൊട്ടൻ ചുക്കാതി പൊടി വെച്ചിട്ട് കിഴി കൊടുത്തു. ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അനീഷ് സാറുമായിട്ട് കുറച്ച് സംസാരിച്ചു. നെക്സ്റ്റ് ഡേ 1 വീക്ക് മൊത്തം പഞ്ചകർമ്മ ആയതുകൊണ്ട് പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ആ ഷെഡ്യൂൾ അനുസരിച്ച് നാളെ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് നേരത്തെ ഞാൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി നാളെ നമുക്ക് അപ്ഡേറ്റ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേക്ക്, അതായത് ക്ലിനിക്കൽ അവർ കഴിഞ്ഞിട്ട് വീണ്ടും പഞ്ചകർമ്മയുടെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ പഞ്ചകർമ്മ എടുക്കാൻ വന്നത് പാർവതി മാം ആയിരുന്നു. മാം വമനം എന്ന പ്രൊസീജിയർ, അതായത് പഞ്ചകർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വമനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വസ്ത്രവിരേകോ വമനം തഥാ അങ്ങനെ ഒരു ശ്ലോകം ഉണ്ടല്ലോ. പോട്ടെ അതെ മറന്നുപോയി ശ്ലോകം പറഞ്ഞു. എന്തായിരുന്നു വമനം തഥാ പോട്ടെ. വമനം എന്ന് വെച്ചാൽ തത്ര ദോഷഹരാണ ഊർധ്വഭാഗം വമന സ്വപ്നകം അധോഭാഗം വിരേചന സംജ്ഞാനം. അപ്പോൾ കഫം അതായത് ഉത്കൃഷ്ടമായിട്ടുള്ള കഫദോഷത്തെ പുറത്തേക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് വമനം ചെയ്യുന്നത്. അപ്പോൾ ആ വമനം വം ധാതു റൂട്ട് വേർഡിൽ നിന്നാണ് ആ ഒരു വാക്ക് വന്നത്. പിന്നെ വമനം ചെയ്യുന്നതിന് എന്തൊക്കെ പ്രൊസീജിയർ ചെയ്യണം, പിന്നെ വമനത്തിന് വേണ്ടി എന്തൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ വമനം ചെയ്യാം. അപ്പോൾ ഒരു വമനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ, അതായത് ഇത് വമനം സ്റ്റോപ്പായി എന്നുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് കുറച്ച് നേരം പറഞ്ഞത്. ആക്ച്വലി എല്ലാവരും ഓണം കഴിഞ്ഞൊക്കെ വന്ന് അതിൻ്റെ ഒരു ഇതിലായതുകൊണ്ട് മാം കുറച്ച് പത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് പ്രസൂതിയായിരുന്നു. അതിനകത്ത് ബിന്ധ്യ മാം വന്നിട്ട് യോനി രോഗങ്ങളെക്കുറിച്ചായിരുന്നു എടുത്തത്. വീണ്ടും സംഖ്യ, വാതകി, ഉദാവർത്ത, തഥാവന്ധ്യ, വിപ്ലുതാജ, പരിപ്ലുത എന്നും പറഞ്ഞു തുടങ്ങി. പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലേ, പുത്രഗ്നി, ജാതഗ്നി, വാമനി, വിപ്ലുത, അങ്ങനെ കുറേ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വിശന്ന് തളർന്നിരുന്നാണ് കേട്ടത്. എപ്പോൾ നോക്കിയാലും ഈ പ്രസൂതിക്കാർ വരുമ്പോഴത്തേക്കും നമുക്ക് വിശപ്പായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫസ്റ്റ് അവർ നല്ല ചില്ലായിട്ട് സംഹിത എടുക്കാൻ വന്നത് സുന്ദര സാറായിരുന്നു. ഈ സുന്ദര സാർ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു, കഥ കേട്ടോണ്ടിരുന്നു. ലാസ്റ്റ് നമ്മളെ അഞ്ജുബി പറഞ്ഞു മദാത്യം ചാപ്റ്ററിലെ ലാസ്റ്റത്തെ 3 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആവണിയെ കൊണ്ട് വായിപ്പിച്ചു. അതിനുശേഷം അതിന് തൊട്ട് മുമ്പുള്ള 2 ശ്ലോകങ്ങളൂടെ വായിച്ചിട്ട് പിന്നെ സാറ് കഥ പറഞ്ഞു തന്നു. വാട്ട് ഇസ് മതം എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ഉത്ഭവിച്ചത്. പിന്നെ ചവന മഹർഷിയുടെ കഥ പറഞ്ഞു, പിന്നെ ഭൃഗു മഹർഷി, അങ്ങനെ കുറച്ച് കമ്പൈൻ ചെയ്തിട്ട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നല്ല രസമുണ്ട്, കഥ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സംഹിത കഴിഞ്ഞിട്ട് വീണ്ടും ശല്യതന്ത്ര മീൻസ് സർജറി ക്ലാസ് കാവേരി മാം ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക്
ജലൗക അവതരണം, അതിൽ ടൈപ്പ് ഓഫ് ജലൗകത്തിനെ കുറിച്ച് സവിഷം നിർവിഷം എന്ന് പറയുന്നിട്ട് അങ്ങനെ അതിനെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകത അതിവിടെ കാണും എന്നൊക്കെയായിരുന്നു പറഞ്ഞു തന്നത്. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു മോഡേൺ ഇപ്പോൾ മാം പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പോർഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അതായത് ജലൗക അവതരണം എന്ന് പറയുന്നത് ലീച്ച് തെറാപ്പി. അപ്പോൾ അതിപ്പോൾ ആയുർവേദക്കാർ മാത്രമല്ല മോഡേൺ ഡോക്ടേഴ്സ് വരെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അതായത് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്കിൻ ഫ്ലാപ്പ് മാറ്റിയിട്ട് അത് ജോയിൻ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ലീച്ചിൻ്റെ സലൈവ യൂസ് ചെയ്താൽ ആ ഒരു റീജനറേഷൻ ഓഫ് സ്കിൻ ടിഷ്യൂസിൻ്റെ റീജനറേഷന് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സോ ആ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എനിക്ക് പ്ലാസ്റ്റിക് സർജറി ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് സർജറി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാമല്ല ഈ ഒരു പോർഷൻ എനിക്ക് പറയുന്നത് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് അവർ AV അവർ, അതായത് ഓഡിയോ വിഷ്വൽ അവർ ആയിരുന്നു. മാസത്തിൽ ആദ്യത്തെ വീക്കിൽ നമുക്ക് ഓഡിയോ വിഷ്വൽ അവർ ആയിരിക്കത്തില്ല, പകരം മെൻറ്റർ മെൻറ്റി നമ്മുടെ മെൻറ്ററുമായിട്ട് സംസാരിക്കുക. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പേര് മെൻറ്ററിനെ കാണാനായിട്ട് ചെന്നപ്പോൾ മെൻറ്ററൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് കുറച്ച് ബുക്ക് എടുത്തു, പിന്നെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു, അങ്ങനെയൊക്കെ കഴിച്ചു, പിന്നെ തിരിച്ചു വന്നു. അതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. സോ പിന്നെ ഇനിയിപ്പോൾ എന്താ ഇത്രയൊക്കെയുള്ളൂ. ഡെയിലി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇനി നാളത്തെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൽ പോയാൽ മാത്രമേ നാളത്തെ കാര്യം എന്താണ്, ഈ ഇലയൊക്കെ എന്തിനാണ് കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ഒക്കെ പറയുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേര് വെച്ചിട്ട് ഓരോ വ്യത്യസ്തതര ഇലകളാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. എന്നോട് പ്ലാവില കൊണ്ടുവരാൻ പറഞ്ഞു, വേറൊരു കൂട്ടരോട് പുളിയില കൊണ്ടുവരാൻ പറഞ്ഞു, വേറൊന്ന് അർക്കത്തിൻ്റെ ഇല. അർക്കം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എന്നാ പറയുന്നത്, എന്തുകൂടി പറയുന്നത്, അർക്കം എരിക്കിൻ്റെ ഇലയും കൊണ്ടുവന്നു. പിന്നെ വേറെ എന്തോ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, ഇന്ന് ഭയങ്കര ഹെക്റ്റിക്കൊന്നും ഇല്ലായിരുന്നു, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നാളെ മുതൽ ഇങ്ങനെ ആയിരിക്കത്തില്ല, സെക്കൻഡ് ടൈം തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ റഷ് കൂടും. പിന്നെ ഇപ്പോൾ മോഡേൺ പോസ്റ്റിംഗ് കൂടെ തുടങ്ങിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് മോഡേൺ ഹോസ്പിറ്റലിൽ പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.